ബധിരരും മുഖരുമായ മാതാപിതാക്കളാണ് റോജിയുടേത്. തങ്ങളുടെ മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന് ഇവർ ഉറച്ചു വിശ്വസിക്കുന്നു. മറ്റൊരു വിദ്യാർത്ഥിയെ റാഗ് ചെയ്തുവെന്നതിന്റെ പേരിൽ റോജിയെ പ്രിൻസിപ്പൽ ആക്ഷേപിച്ചിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. റോജി ആത്മഹത്യ ചെയ്തതായി പറയുന്ന ദിവസം ബന്ധുക്കളോട് കോളേജിലേക്ക് വരണമെന്ന് വിളിച്ചറിയിച്ചിരുന്നു. കോളേജിലേക്കുള്ള യാത്രയിൽ റോജിയെ വിളിച്ചുവെങ്കിലും അസ്വാഭാവികമായി യാതൊന്നും തോന്നിയില്ല. കോളേജിലെത്തിയപ്പോൾ റോജി ചാടി മരിച്ചുവെന്നാണ് അറിയിച്ചത്. ഇതിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ പറയുന്നു. ഇവിടുന്ന് പോയപ്പോൾ അവിടെ ചെന്നവർ കാണാൻ കഴിഞ്ഞത് കുട്ടിയുടെ നിശ്ചലമായ ശരീരമായിരുന്നു. അവിടെ ചെന്നപ്പോൾ പ്രിൻസിപ്പാളിനോട് ചോദിച്ചു എന്താ സംഭവിച്ചെന്ന്. അവർ വ്യക്തമായ ഒരു മറുപടിയും തന്നില്ല. എക്സ്പ്ലനേഷൻ എഴുതാൻ പേപ്പർ എടുക്കാൻ കുട്ടി മുകളിൽ പോയി എടുത്ത് ചാടിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്തുകൊണ്ട് ഒരു പ്രിൻസിപ്പാളിൻ്റെ റൂമിൽ പേപ്പറില്ലെന്ന് ചോദ്യത്തിന് അവർ ഒഴിഞ്ഞു മാറി. റോജിയുടെ മരണശേഷം ആശുപത്രിയിൽ നിന്ന് ആരുമെത്താതിരുന്നതും പ്രിൻസിപ്പൽ ലീവെടുത്ത് വിദേശത്തേക്ക് പോയതിലും ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് തിരുവനന്തപുരത്തു നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം റോജിയുടെ വീട്ടിലെത്തി ബന്ധുക്കളുടെ മൊഴിയെടുത്തു. അന്വേഷണം ഉടൻ പൂർത്തിയാക്കി റിപ്പോർട്ട് കൈമാറുമെന്ന് ക്രൈം ഡിറ്റാച്ച്മെന്റ് ACP KE ബൈജു പറഞ്ഞു. മീഡിയ 1 കൊല്ലം.